Hi friends, Hexcent Private Limited പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ വീഡിയോകളിൽ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് ജാവാസ്ക്രിപ്റ്റിനെ പറ്റിയായിരുന്നു ഡിസ്കസ് ചെയ്ത് വന്നിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിനെ പറ്റിയാണ്. ജാവാസ്ക്രിപ്റ്റിൽ ഡോം ഉപയോഗിച്ച് എങ്ങനെ ഈവൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനലിൽ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവർ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ എങ്ങനെ ഡോം ഉപയോഗിച്ച് ഇവന്റ്സിനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പുതിയ മെത്തേഡ് ഉണ്ട്. ആ ഒരു മെത്തേഡിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആഡ് ഈവന്റ് ലിസണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പം അത് ഉപയോഗിച്ച് ഒരു ഈവന്റ് ഹാൻഡ്ലറിന് ഒരു സ്പെസിഫൈഡ് എലമെന്റിനെ എങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന്, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നും മെത്തേഡ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. കോഡിലേക്ക് പോകാം. സോ ഞാൻ HTML ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനുള്ളിൽ നമുക്കൊരു ഹെഡിങ് ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നതിന് H1 ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനൊരു ID കൊടുക്കുന്നു. ID ഹെഡ് എന്ന് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഹലോ വേൾഡ് എന്ന് ഒരു കണ്ടന്റ് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ബട്ടൺ കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ബട്ടൺ കൂടി ക്രിയേറ്റ് ചെയ്തേക്കാം. ബട്ടൺ ഒരു ID കൊടുക്കാം. ID ഈക്വൽസ് BTN കൊടുത്തു. ഇതിൽ നമുക്ക് അതിന്റെ വാല്യൂ ആയിട്ട് ഞാൻ ചേഞ്ച് എന്ന് കൊടുത്തു. സോ നമുക്ക് ഇത്രയും ആണ് നമ്മുടെ HTML എലമെന്റ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണം. 2 HTML എലമെന്റ്സ് ആണ്. ഇനി നമുക്ക് സ്ക്രിപ്റ്റിലേക്ക് പോകാം. ഡയറക്റ്റ് വളരെ സിമ്പിൾ ആയിട്ടും അതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവന്റ്സിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. നിലവിൽ നമ്മളിപ്പോ ഈ ഒരു ബട്ടൺ എന്തെങ്കിലും ഒരു ഇവന്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇവന്റ് ആഡ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന് അതല്ലാതെ നമുക്ക് എങ്ങനെ ഒരു ഡോം ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് എങ്ങനെ ഇവന്റിനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ അതിന് സ്ക്രിപ്റ്റിനുള്ളിൽ അതിനെ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. ഫസ്റ്റ് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID വെച്ചിട്ട് നമുക്ക് ആ എലമെന്റിനെ എടുക്കാം. ഗെറ്റ് എലമെന്റ് ബൈ ID. ഓക്കെ, നമ്മുടെ ഹെഡിനെയാണ് നമുക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നടക്കേണ്ട ഒരു ആക്ഷൻ, അതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇനിയാണ് നമ്മുടെ മെത്തേഡ് കൊടുക്കുന്നത്. ആഡ് ഈവന്റ് ലിസണർ. ഇതാണ് നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈവന്റിനെ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ അതിന്റെ ബ്രാക്കറ്റിൽ 2 ആഡ് ഇവന്റ് ലിസണർ, ഇതിന്റെ ഫംഗ്ഷൻ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ക്ലിക്ക് ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഈവന്റ് എന്താണോ അതാണ്. ഞാൻ ക്ലിക്ക് ചൂസ് ചെയ്തു, കോമ ഒരു ഫംഗ്ഷൻ, അതായത് ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തോ ഒന്ന് എക്സിക്യൂട്ട് ആവണം. എന്തെങ്കിലും സംതിങ് ഹാപ്പൻസ്, അപ്പൊ എന്തെങ്കിലും ഒന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഫംഗ്ഷൻ നെയിമായിട്ട് ചേഞ്ച് എന്ന് കൊടുത്തു. സോ നെക്സ്റ്റ് ഞാൻ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID. നമുക്ക് ആ ഹെഡിങ്ങിനെ വിളിക്കാം. അതായത് ആ H1ന്റെ ID ആണ് വിളിച്ചത്. ഹെഡ് ഡോട്ട് ഇതേപോലെ തന്നെ ഈവന്റ് ലിസണർ ഉപയോഗിച്ച് മറ്റൊരു ഈവന്റിനെ നമുക്ക് കൊടുക്കാം. അതേപോലെ ഒരു ഈവന്റ് ആണ് മൗസ് ഓവർ. നമുക്ക് കുറെ ഈവന്റ്സ് ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള 2 ഈവന്റ്സ് ആണ് എടുത്തത്. അപ്പം ഞാൻ മൗസ് ഓവർ എന്ന് പറഞ്ഞിട്ടുള്ള ഈവന്റ് എടുത്തത്. അതായത് മൗസ് അതിലേക്ക് മൂവ് ചെയ്യിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് നടക്കണം. അപ്പം അങ്ങോട്ട് ഞാൻ മറ്റൊരു ഫംഗ്ഷൻ, നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ 2 ഫംഗ്ഷൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ചേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഹലോ വേൾഡ് എന്നുള്ള കണ്ടന്റിന്റെ കളർ മാറാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിനായിട്ട് നമുക്ക് ഫംഗ്ഷൻ ചേഞ്ച് എന്നാണ് നമ്മൾ നെയിം കൊടുത്തേക്കുന്നത്. ഇതിനെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID, get element by ID,
നമ്മുടെ ഐ ഡി ഏതാണെന്ന് വെച്ചാൽ നമുക്ക് അതിനെ വിളിക്കാം. നമ്മുടെ ഐ ഡി എന്ന് പറയുന്നത് ഹെഡ് ആണ്. അതിന്റെയാണ് നമുക്ക് മാറേണ്ടത്. അപ്പം ഹെഡ് ഡോട്ട് സ്റ്റൈൽ ഡോട്ട് കളർ. ഹെഡ് എന്ന് പറയുന്ന ഐ ഡിയിൽ ഇരിക്കുന്ന കണ്ടന്റിന്റെ സ്റ്റൈലായ കളറാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. കളർ ഈക്വൽസ് നമുക്ക് എന്താണോ വരേണ്ടത് അത് കൊടുക്കാം. നമുക്ക് ഗ്രീൻ ആക്കാം. സോ അടുത്തത് നമുക്ക് മൗസ് ഓവറിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ. ഇത് നമ്മുടെ ഫംഗ്ഷൻ കഴിഞ്ഞു. ഇത്ര മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ആ മൗസ് ഓവറിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ കൂടെ ചെയ്യാം. ആ ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് ഫംഗ്ഷൻ ചേഞ്ച് BG എന്നാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഈ ഹെഡിങ്ങിലേക്ക്, ഈ ഹലോ വേൾഡിലേക്ക് നമ്മൾ മൗസ് ഓവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇത് നടക്കണം. അതായത് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID, ഹെഡിനെ തന്നെ വിളിക്കാം, ഡോട്ട് സ്റ്റൈൽ ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ഈക്വൽസ് നമുക്കൊരു ബ്ലൂ കൊടുക്കാം. ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്കിത് എങ്ങനെ വർക്കിംഗ് ആണോ വർക്ക് ചെയ്യുന്നത് നോക്കാം. അതായത് നമ്മൾ ഈ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹലോ വേൾഡിന്റെ കളർ മാറിയിട്ട് നമുക്ക് ഗ്രീൻ കളർ കിട്ടണം. അതേപോലെ ഹലോ വേൾഡിലേക്ക് മൗസ് ഓവർ ചെയ്യിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആയി കിട്ടണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സംഭവിക്കേണ്ടത്. നമുക്ക് വർക്കിംഗ് ആണോ നോക്കാം. ഓക്കെ, നമുക്കിവിടെ ഹലോ വേൾഡ് വന്നിട്ടുണ്ട്. ഇതിൽ മൗസ് ഇതുവഴി ഓവർ ചെയ്യിക്കുന്ന സമയത്താണ്, കണ്ടില്ലേ, ഹലോ വേൾഡ് ഉള്ളത് ഇതാവുന്നു. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഗ്രീൻ ആയിട്ടുണ്ട്. ഓവർ ചെയ്യിച്ച ബ്ലൂ ആവും. അപ്പൊ നമ്മൾ രണ്ട് ഫംഗ്ഷനും വർക്കിംഗ് ആണ്. ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ലെഫ്റ്റിന്റെ കളർ എന്ന് പറയുന്നത് ഗ്രീൻ ആയി. മൗസ് ഓവർ ചെയ്യിച്ചപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ ആയി. ഇങ്ങനെയാണ് നമുക്ക് ആഡ് ഈവന്റ് ലിസണർ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ച് ഡോംസിന് അല്ലെങ്കിൽ HTML എലമെന്റ്സിന് നമുക്ക് ഈവന്റ്സിനെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നത്. വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. നമുക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു എലമെന്റിന് തന്നെ നമുക്ക് എത്ര ഇവന്റ് ഹാൻഡ്ലേഴ്സ് വേണേലും കൊടുക്കാനായിട്ട് പറ്റും. ഇതേ മെത്തേഡിൽ തന്നെ എങ്ങനെ വേണമെങ്കിലും ഇപ്പൊ ഡോം ഒബ്ജക്റ്റിന് വേണമെങ്കിൽ, വിൻഡോ ഒബ്ജക്റ്റ് ഒക്കെ പോലുള്ള ഡോം ഒബ്ജക്റ്റിന് വേണമെങ്കിൽ അതിന് ഈവന്റ്സിനെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതിനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടിയാണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക. സോ താങ്ക് യു.